ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 91 സങ്കീർത്തനത്തിന് 4 വാക്യം വായിക്കാം. അറഭാഷകനാരിബനാരിബനാരിബനാരിബന ഉറകാശകനറിഹശാലബർഗബശബാരബശബാരബശരീബലബരബശേന തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. അപ്പം തൂവല് കൊണ്ട് മറയ്ക്കേണ്ട അവസ്ഥ എപ്പോഴാണെന്നുള്ളത് നമുക്കറിയാലോ. ഒരു ശത്രു വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം എന്താ പറയാ, ഇപ്പം നമ്മൾ നോക്കണ കോഴികളൊക്കെ കുഞ്ഞുങ്ങളെ തൂവല് കൊണ്ട് മറയ്ക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ ട്രാഞ്ചിക്കൊണ്ടും കഴുകലോ പരുന്തോ ഒക്കെ വരുന്ന സമയത്ത് മറയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മഴ വരുമ്പോഴൊക്കെ മറയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഓരോ സാഹചര്യത്തിൽ അവർക്ക് ദോഷമായിട്ട് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള സമയത്താണ് മറയ്ക്കുന്നത്. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മളോട് എബൈഡ് ഇൻ മീ എന്നെപ്പോഴും പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്നിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ ആ വാസം എന്ന് പറയുന്നിടത്തും ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ ആ ചിറകിന് അടിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഹല്ലേലൂയ അവിടെ കാണിക്കുന്നത്. ഇവിടെ ആദ്യത്തെ തുടക്കം തന്നെ ആദ്യത്തെ വാക്ക് ഇത് ആർക്ക് വേണ്ടിയിട്ട്, ഈ സേഫ്റ്റി ആർക്ക് വേണ്ടി ഉള്ളതാന്ന് വെച്ചാൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്കുള്ളതാണ്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ ചിറകിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർക്ക്. അപ്പം ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ അല്ലെങ്കിൽ അത്യുന്നതനായ ദൈവത്തിന്റെ നിഴലിൽ നിന്ന് മാറാതുള്ളവർക്കാണ് ഈ പ്രോമിസ് ഉള്ളത്. നമ്മൾ ഈ വാക്യം എടുത്ത് വായിച്ചിട്ട് നമ്മൾ കണ്ടിരിക്കല് ഈ 91 സങ്കീർത്തനം ചിന്തിച്ചതാണ് ഒരിക്കല്. അപ്പൊ അത് ഞാൻ പറഞ്ഞു ഈ 91 സങ്കീർത്തനത്തിന്റെ എല്ലാ കണ്ടീഷനും ആദ്യത്തെ 1 വാക്യം പാലിക്കുന്നവർക്കുള്ളതാണ് ലാസ്റ്റ് വാക്യം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. 14-15 വാക്യങ്ങളുണ്ട് അതിന്റെ എല്ലാം പ്രൊട്ടക്ഷൻ വരുന്നത്. ഹല്ലേലൂയ. എവിടെയെങ്കിലും നമ്മൾ മാറി ഇരുന്നിട്ട് ദൈവം ഇത് പറയുന്നത് നടക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. നമ്മൾ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ, ദൈവത്തിന്റെ ചിറകിനടിയിൽ തന്നെയാണെങ്കിൽ, ദൈവത്തിന്റെ നിഴലിൻ കീഴിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് ആപത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് അനർത്ഥങ്ങൾ വരാൻ തരാം ദൈവം നമ്മൾ ചിറകിനടിയിൽ മറയ്ക്കുക. നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് എനിക്ക് 2020 20-ലാണ് 21 കോവിഡ് സമയത്ത് നമുക്ക് ദൈവമാണ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ പേര് എബൈഡ് എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം എബൈഡ് ഇൻ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് യഥാർത്ഥമായിട്ട് കർത്താവ് പൂർണ്ണമായും നമുക്കത് എബൈഡ് എന്ന പേര് പറഞ്ഞ എക്സ്പ്ലനേഷൻ. അപ്പം ദൈവത്തിന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൻ കീഴിൽ വസിക്കുന്ന ആമേൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് എന്ന് വെച്ചാൽ യേശുവിന്റെ ഒക്കെ സ്നേഹത്തിന് കീഴിലായിരിക്കും വെച്ചാൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയാണ്. നമ്മൾ എപ്പോഴും ഞാൻ പറയാം, നമ്മൾ സ്നേഹത്തിൽ നിന്നാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ നമുക്ക് തോന്നത്തില്ല. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ചിന്തയിൽ പോലും എന്തെങ്കിലും ഒന്ന് കയറി വരുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് അതിനെ എന്താ പറയാ അതിനെ വിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് അയ്യോ അപ്പന് സങ്കടമാവില്ല. നമ്മൾ ഒരു നേരം പ്രാർത്ഥിക്കാൻ ദൈവത്തിന് സങ്കടമാവില്ലേ? നമ്മൾ പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ നമ്മൾ ദൈവമായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ കർത്താവായിട്ടുള്ള നമുക്ക് സ്നേഹം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കാൻ നമുക്ക് സങ്കടം വരും. അതുപോലെ നമുക്ക് തോന്നും കർത്താവിന് സങ്കടമാണ് നമ്മൾ പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ. പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന് നിലവിളിക്കുന്ന നല്ല പ്രാർത്ഥന, നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പൊ നമ്മൾ സംസാരിക്കാൻ ഇരുന്നില്ലെങ്കിൽ അപ്പന് സങ്കടമായില്ലേ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര വയ്യെങ്കിലും എന്തൊക്കെ മനോവിഷമങ്ങളുണ്ട്, എല്ലാം എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും നമ്മൾ സംസാരിക്കും. എപ്പോഴും വന്നത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കാരണം വെച്ചാൽ നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ അപ്പനെ നമ്മൾ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് ഒരു നിമിഷം പോലും എനിക്ക് വേർപെട്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് കർത്താവിനോട് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളവരോട് എപ്പോഴും നമ്മൾ സംസാരിക്കേണ്ടതാണ്. കാരണം ചില കുഞ്ഞുങ്ങളെ കണ്ടല്ലോ, ചില കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവര് സ്കൂളിൽ നിൽക്കുമ്പോൾ പറഞ്ഞു പോരാഞ്ഞ് സ്കൂളിൽ നിന്ന് ബസ് വന്നിറങ്ങി നിന്നാലും, അല്ലെങ്കിൽ ബസ്സിൽ ഇറങ്ങി താഴെ ഒന്ന് വീടിന്റെ ഭാഗത്തിലോട്ട് കയറാൻ നേരം അവിടെ നിന്ന് തിരിച്ച് നിന്നിട്ട് വർത്താനം പറയല്ലേ. അവരെ ചർച്ചിലൊക്കെ പോകുന്ന കൊച്ചുങ്ങളെ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില കൊച്ചുങ്ങളൊക്കെ മേഘാലയ കാണുമ്പോഴേ ഓടിച്ചെന്ന് വർത്താനം പറയാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പുറത്ത് വന്നിരുന്നാണെങ്കിലും പിന്നെ പോരാൻ നേരം വണ്ടിയിലേക്ക് കയറുന്ന മുമ്പ് അവിടെയൊക്കെ വന്നിരുന്നവർക്ക്. അപ്പൊ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നത് ഇവരെന്ത് ഇത്രമാത്രം സംസാരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് ചില കുട്ടികൾക്ക്, ഇവരെന്താ ഇത്ര നേരം കഥ പറയുന്നത്, എന്താ ഇത്രമാത്രം പറയാനുള്ളത് ചോദിക്കും. പക്ഷെ അവർക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. കാരണം വെച്ചാൽ അവർക്ക് ആ പറയാന്നുള്ള അവർ പറയുന്ന സബ്ജക്റ്റിനെക്കാട്ടി ഉപരിയായിട്ട് അവർ നമ്മൾ ആ സ്നേഹമാണ് അതിങ്ങനെ പിരിയാൻ പറ്റാത്തതുകൊണ്ട് അത്രയും നേരം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ നമ്മുടെ കർത്താവുമായിട്ട് സ്നേഹത്തിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും കർത്താവിനോട് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല.
ഹാലേ നമ്മുടെ ഹൃദയം ഹാലയില് പകരാതിരിക്കാൻ പറ്റത്തില്ല. ഹാലേ നമ്മൾ ദൈവസന്നിധിയിൽ ഹാലേലിയ ദൈവത്തോട് സംസാരിക്കാന്ന് വെച്ചാൽ നമ്മൾ ഒച്ച വെച്ച് പ്രാർത്ഥനകളോ നിർബന്ധം തോന്നില്ല. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒച്ചയും ബഹളവും വെച്ചിട്ട് വലിയ വായിൽ ശബ്ദത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയാണ്. ഹാലേലിയ നമ്മുടെ ഹന്നയുടെ പ്രാർത്ഥന, ഹാലേലിയ ഹന്നയുടെ പ്രാർത്ഥന പറഞ്ഞ ഹന്ന ദൈവസന്നെ ഹൃദയം പകർന്നു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവൾ പ്രാർത്ഥിച്ച ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. ഹാലേലിയ ആമേൻ ഹാലേ നല്ല രാത്രി ദേവദാസിന്റെ ഇന്ന് വായത് ഒരു വേർഡ് ദൂത് കിട്ടിയപ്പോൾ ഹന്നയുടെ മുഖം പിന്നെ വാടിയില്ല ഹാലേ എന്ന് പറഞ്ഞതുപോലെ ആമേ ഹാലേ ഇനി മുഖം വാടത്തില്ല എന്ന് പറഞ്ഞപ്പോ ഹന്നയുടെ മുഖം വാടാതെ നമുക്ക് ആ ഭാഗത്തേക്ക് പറഞ്ഞിട്ടിപ്പോ ആമേ ഹാലേ ഇവിടെ അതുപോലെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ എപ്പോഴും നമ്മൾ ചിലപ്പോൾ നമുക്ക് സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വായ തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല ഹാലയിലെ. പക്ഷെ നമ്മൾ ദൈവസന്നിധി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണൊക്കെ ഒന്നും പറയാൻ കഴിയില്ല, നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങും ഹാലയിലെ. ഇതും പ്രാർത്ഥനയാണ് ഹാലേ. നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകാന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. അപ്പൊ ആ നമ്മുടെ കണ്ണുനീര് വരുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ വായ തുറന്ന് ശബ്ദം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി വലിയ പ്രാർത്ഥന. പക്ഷെ ഇത് ഉണ്ടാകണം നമ്മൾ. കാരണം നമുക്കൊരു സങ്കടം നമ്മൾ ആരോട് ഓടിപ്പോയി പറയുന്നത്? ഭൂമി നമുക്കൊരു സങ്കടം വന്ന ആരോട് നമ്മൾ ഓടി പറയുന്നത്? നമുക്ക് ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും അടുപ്പമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ അങ്ങനെ കുറെ ക്രൈറ്റീരിയ ഉണ്ട് നമ്മുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്നവരോട്, അല്ലെ? അപ്പൊ ഒരു മനുഷ്യനോട് നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും പറയും, നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തരായിട്ട് വരെ അവരോട്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല വിശ്വസ്തനായ, നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും നല്ല നമ്മുടെ സങ്കടങ്ങൾ ഹൃദയം പകരാനായിട്ട് പറ്റിയ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്നെ. ഇപ്പൊ നമ്മൾ അതുകൊണ്ട് ആ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കയറും. ഹാലയില്ല നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പോലും ഒരു വാക്ക് പോലും ഇല്ലെങ്കിലും പക്ഷെ നമ്മുടെ ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയാം അങ്ങനെ അങ്ങനെയുള്ളവരെന്താ തന്റെ തൂവലിന്റെ അവന്റെ ചിറകിന് ശരണം അപ്പൊ അവന്റെ ചിറകിലാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത്. ഹാലും വല്ല കണ്ണിൽ കാണുന്നിടത്തോ മനുഷ്യരിലോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ലോകത്തുള്ള ആരിലോ അല്ല നമ്മൾ ശരണം പ്രാപിക്കണ്ടേ. നമ്മുടെ ശരണം എപ്പോഴും നമ്മുടെ കർത്താവിന്റെ അടുക്കൽ തന്നെ നമ്മൾ അവന്റെ ചിറകിന് ശരണം അവന്റെ വിശ്വസ്തനക്ക് പരിചയം പല. അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഹാലയില്ല ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആ ചിറകിന്റെ അടിയിലേക്ക് ഇരുന്നത്, എവിടെയാണോ നമ്മൾ ആശ്രയം വെക്കുന്നത്, ആ ദൈവം നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് വിശ്വസ്തനാണെന്ന് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ഒന്നിന്റെയും പിന്നാലെ പോകത്തില്ല. ഹാലയിലിയ ഇപ്പൊ ഒരാവശ്യം സാമ്പത്തികമായിട്ടൊരു ആവശ്യം വന്നാലും നമ്മൾ നാട്ടുകാരോട് അവിടെ ഇവിടെ ഓടി നിന്ന് കടം വാങ്ങിക്കാനോ ചോദിക്കാനോ എടുക്കാനോ ഒന്നും പോകത്തില്ല. മറ്റൊരു സൊല്യൂഷന് പോകത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ്, എന്റെ കാര്യം സാധിപ്പിച്ചു തരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുക. അതുകൊണ്ട് ഓരോ കാര്യം ഇപ്പൊ രോഗം വരുമ്പോഴാകട്ടെ, മറ്റു ഭാരം വരുമ്പോഴാകട്ടെ, മറ്റുള്ള വിഷയങ്ങൾ വരുമ്പോഴാകട്ടെ നമ്മൾ എന്താ ദൈവത്തിൽ തന്നെ പൂർണ്ണ ആശ്രയം വെച്ചിട്ട്. കാരണം എന്റെ ദൈവത്തിന്റെ വിശ്വസ്തത അത് മേഘങ്ങളോ ഉയർന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ വിശ്വസ്തത ഒരിക്കലും മാറ്റില്ല. അപ്പൊ നമ്മൾ അതുപോലെ വിശ്വസ്തയോട് കൂടി തന്നെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് കഴിയണം. അങ്ങനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആശയം നമുക്ക് ഉണ്ടാവും. ശമൂവേലിന്റെ പുസ്തകം 1:18 വാക്യം. ഹാലയിലെ ഇന്നലെ രാത്രി അത് കേട്ടപ്പോൾ ഞാൻ ആ വാക്യം ഇങ്ങനെ ഹാലയിലിന്റെ മനസ്സിലിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്താൽ അപ്പൊ അതിൽ നിന്ന് ആണ് ശരിക്കും പറഞ്ഞ മെസ്സേജ് ഉണ്ടായത് തന്നെ. ആമേൻ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. 1 ശമൂവേൽ 1:18. 1:18 അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമുക്കറിയാം ഹന്ന ഹൃദയം പകർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹന്നയുടെ ജീവിതത്തിൽ ഒരു പെരീന ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ പല വിധത്തിൽ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ ഒരു പെരീനയെ പോലെ നിൽക്കുന്നതിന് ഒരു നിന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ ഒരു കുത്തുവാക്കുകൾ എന്ന് പറയുന്ന പോലെ എപ്പോഴും നമ്മളെ ഏതെങ്കിലും ഒരു വിഷയം നമ്മളെ ഇങ്ങനെ വല്ലാതെ നിന്ദിക്കുന്നുണ്ട്. ഹല്ലേലൂയ പെരീനയെ പോലെ വിഷയം നമ്മുടെ ജീവിതത്തിൽ എല്ലാം നിൽപ്പുണ്ട്. ഇപ്പൊ സാറാമ്മ സിസ്റ്റർ നോക്കി പറയണം, ഞാൻ പറഞ്ഞു ജെയിംസ് അങ്കിളിന്റെ രക്ഷയാണ് പെരീനയായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ ഇതാണ് ഹാലയിലിയ. എന്തുകൊണ്ടാ ദൈവസന്നിധി എപ്പോഴും വന്നിരിക്കാനും പ്രാർത്ഥിക്കുവാനും ഹാലയിലിയ നമുക്ക് കാരണമാകുന്നതിന്റെ കാരണം നമുക്ക് അങ്ങനെ ഒരു സബ്ജക്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ നിൽക്കുന്നത്. എന്തിനാ ദൈവം ആ പെരീനെ നിർത്തിയേക്കുന്നത് വെച്ചാൽ നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ട്. ഹാലയിലിയ നിങ്ങളെ എനിക്ക് എപ്പോഴും എന്റെ സന്നിധിയിൽ വേണം. ഹാലയിലിയ അതുകൊണ്ട് നിങ്ങളൊക്കെ എന്റെ അടുത്ത് ഇരിക്കും വന്ന് അടുത്തിരിക്കാനും പ്രാർത്ഥിക്കാൻ ഏത് നിമിഷം ദൈവസന്നിധിയിൽ ഹാലയിലിയ മടുത്തു പോകാതെ വന്നിരിക്കുന്ന അല്ലെ നിങ്ങളുടെ ഹൃദയം പകർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ ഒരു
ഒരു പ്രാർത്ഥന ദൈവത്തിന് ആവശ്യമാണ്. അവിടെ നമുക്കറിയാം ഹന്നയുടെ ഗർഭപാത്രത്തെ അടച്ചത് ദൈവമാണെന്ന് നമുക്കറിയാം. അല്ല, അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് ഹന്നയുടെ ഗർഭപാത്രം ദൈവം അടച്ചെന്ന് വെച്ചാൽ ദൈവത്തിന് ഹല്ലേലൂയ ഹന്ന എന്ന് പറയുന്ന ഹല്ലേലൂയ ആ വ്യക്തിയിൽ നിന്ന് വരേണ്ടുന്ന ഹല്ലേലൂയ ദൈവമായിട്ടുള്ള ആ ബന്ധം ദൈവത്തിന് മുമ്പിൽ ഒരു ഹൃദയം പകർന്നൊരു പ്രാർത്ഥനയിലേക്ക് ഹന്നെ എത്തിക്കണം. കാരണം ഹന്നയിൽ നിന്ന് ഒരു ശമൂവേലിന് ദൈവത്തിന് വേണമെങ്കിൽ ഹല്ലേലൂയ നമ്മളിൽ നിന്ന് ഓരോരുത്തരും ഹല്ലേലൂയ അങ്ങനെ ദൈവം എന്തോ വലുതൊന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഹല്ലേലൂയ ആമേൻ നമ്മൾക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ട് നമ്മളെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ സമയം അടുപ്പിച്ചിരുത്താൻ വേണ്ടി നോക്കുന്നു. ഹല്ലേലൂയ ഇവിടെയൊക്കെ നമ്മൾ ഹല്ലേലൂയ ആമേൻ അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കാതെ, അല്ലെങ്കിൽ ആമേൻ എനിക്ക് അപ്പം ചില ആൾക്കാർ പറയാറുണ്ട് സങ്കടം വന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ദൈവസന്നിധി ഇരിക്കാൻ പറ്റത്തില്ല, ദൈവത്തോട് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ ഉള്ളവർ ഹല്ലേലൂയ ഒന്നും മനസ്സിലാക്കണം, നിങ്ങളുടെ വിടുതൽ എപ്പോഴും ഹല്ലേലൂയ ഇതുമായി കണക്റ്റഡ് തന്നെയാണ്. കാരണം ദൈവത്തിന് ആവശ്യമുള്ള ദൈവം ഒരുക്കി ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് തന്നെ ദൈവത്തിന്റെ ആശയം. അപ്പൊ നമ്മുടെയൊക്കെ ഇപ്പം ഞാൻ പറയും ജംസങ്ങളുടെ രക്ഷ ഒരു സെക്കൻഡ് പോലും വേണ്ട ദൈവത്തിന് കാരണം ദൈവം ഒന്ന് ഇടപെട്ടാൽ, ദൈവം ആ ഹൃദയത്തോടൊന്ന് സംസാരിച്ചാൽ ഹല്ലേലൂയ ഏത് വലിയ നമ്മള് ഇപ്പൊ പറയാൻ സാത്താൻ വർഷിപ്പ് തുടങ്ങിയ മനുഷ്യനെ, ആരാധന തുടങ്ങിയ മനുഷ്യനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ ഹല്ലേലൂയ അതുപോലെ വലിയ പൈശാചികമായിട്ടുള്ള മന്ത്രവാദവും അഭിചാര കർമ്മങ്ങളും ഒക്കെ ചെയ്ത പലരെയും ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് തിരിക്കാൻ പറ്റിയെങ്കിൽ ഹല്ലേലൂയ അപ്പൊ നമുക്ക് നമ്മുടെ ഇതില് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും അടയാളമായി പറയുന്നത് ഒരു ശൗലിനെ ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് മാറ്റിയെടുക്കാൻ പറ്റിയെങ്കിൽ പൗലോസായെങ്കിൽ ഹല്ലേലൂയ അവിടെയെല്ലാം ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിൽക്കുന്ന വിഷയം എന്താണെന്ന് ഞാൻ പറയുന്നത് 2016 ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഒറ്റ 24 മണിക്കൂർ കൊണ്ട് നിന്നെ കൊണ്ട് 10 പാട്ടുകൾ എഴുതിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് നിനക്ക് മില്യൺസ് ഓഫ് ഹല്ലേലൂയ ദിറംസ് തരാനായിട്ട് എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ദൈവം എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്. ഹല്ലേലൂയ ഞാൻ പറയില്ല കർത്താവേ, നിനക്ക് ഒരു നിമിഷം പോലും വേണ്ട അത് ചെയ്യാനായിട്ട് എനിക്കറിയാം. അത് ഞാൻ ചെയ്യാതിരിക്കുന്നെങ്കിൽ എനിക്കതിനൊരു പർപ്പസ് ഉണ്ട് ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ അപ്പൊ ഏത് സമയം ഇങ്ങനെ ഉണർന്നിരിക്കാനും ഹല്ലേലൂയ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാനും പ്രാർത്ഥിക്കുവാനും തീർച്ചയായിട്ടും അനുഭവത്തിൽ നിൽക്കുമ്പോഴും ഹല്ലേലൂയ ആ ശക്തമായ ദൈവത്തെ ഘോഷിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ ആ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലുണ്ട് ആ ലെവലിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്തം. കാരണം ദൈവത്തിന് നമ്മൾ വേണമെന്ന്, അതാണ് എന്റെ കാര്യം. ഇവിടെ അങ്ങനെ നമ്മൾക്കറിയാം ഹന്നയുടെ ബുദ്ധിമുട്ട് പ്രശ്നം എന്താണെന്ന് ഹന്യ അങ്ങനെ ദൈവത്തിന് പ്രാർത്ഥിക്കുകയും ഒക്കെ അത് കഴിയുമ്പോൾ ഏലി പുരോഹിതൻ വന്നിട്ട് അവളോട് പറയുന്നത് അപ്പൊ വീഞ്ഞു കുടിച്ച് ഇരിക്കുന്ന രീതി പറയുന്നത് ഇപ്പൊ അല്ല ജന്മാനെ എനിക്ക് ഒത്തിരി മനോദുഃഖമുള്ള സ്ത്രീയാന്നെല്ലാം പറയുമ്പോ ഏലി പറയുന്നുണ്ട് അപ്പൊ നിനക്കൊരു അഭിമാനത്തെ ഈ പ്രാർത്ഥിച്ച ദൈവം നിനക്ക് പെരുമാറാകട്ടെ എന്നൊക്കെ പറയുമ്പോൾ 17 കൊടുന്ന് വായിക്കാം സിസ്റ്റർ. അതിന് ഏലി സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ആമേൻ ഹല്ലേലൂയ. അപ്പൊ ഏലി പുരോഹിതൻ വന്നിട്ട് പറയുന്നത് അപ്പൊ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെങ്കിലും അത് ദൈവം നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറയുന്ന ഹല്ലേലൂയ. അത് കേട്ട അപ്പൊ ദൈവത്തിന്റെ തൃക്കല്ലിന് അടിയന് കൃപ ലഭിച്ചു. ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ കൃപയെന്ന് വെച്ചാൽ അവളുടെ ഹൃദയത്തിൽ അത്രയും നാൾ കിടന്ന ഭാരത്തെ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ആ ഒരു സമാധാനം ഉള്ളിലേക്ക് വന്ന് ഹല്ലേലൂയ ഒരു പ്രത്യാശ ഉള്ള ആ വിഷയത്തിന് മറുപടി ലഭിച്ചു എന്നതിനെ അവൾ വിശ്വസിച്ചു അപ്പൊ അവർക്ക് സമാധാനം. അപ്പൊ നമ്മൾക്ക് പലപ്പോഴും എന്താ പറയാ സമാധാനം ലഭിക്കാത്തതിന്റെ കാര്യം നമ്മൾ പ്രാർത്ഥന വിഷയത്തിന് മറുപടി ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കാത്തോണ്ടാണ്. അല്ല ഏത് നിമിഷം നമുക്ക് മറുപടി ലഭിച്ചു നമ്മൾ വിശ്വസിച്ചാലും ഹല്ലേലൂയ അവിടെ നമുക്ക് അപ്പോൾ സമാധാനം വന്നു കഴിഞ്ഞു ഹല്ലേലൂയ. അപ്പൊ നമ്മൾ സ്വസ്ഥതയിലേക്ക് എത്തിക്കഴിഞ്ഞു ഹല്ലേലൂയ. അപ്പം നമ്മൾക്ക് എബ്രായലേഖനം പറയുന്ന ദൈവത്തിന്റെ വാക്തത്വമായ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എഴുതി ഏറ്റവും വലിയ വാക്തത്വമായ സ്വസ്ഥത നിങ്ങൾക്ക് അപ്പൊ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ഭയപ്പെട്ട. കാരണം അപ്പം ആ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചുള്ള സ്വസ്ഥതയെക്കാട്ടികൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവം നമുക്ക് പറഞ്ഞിട്ട് ഓരോ വാക്തത്വം അത് ലഭിച്ചു എന്ന്, അല്ലെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആ ഉറപ്പ് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വസ്ഥത വരും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വാക്തത്വം ഹല്ലേലൂയ. ഈ ലോകത്ത് നിൽക്കുമ്പോഴും എല്ലാ പ്രശ്നത്തിന്റെ നടുക്ക് നിൽക്കുമ്പോഴും ഹല്ലേലൂയ ആർത്തിരമ്പുന്ന ഹല്ലേലൂയ തിരമാല അടിച്ചപ്പം കൂരാക്കൂരിട്ടായിരുന്ന പത്മോസിന്റെ ദ്വീപിൽ നിൽക്കുന്ന യോഹന്നാനെ കർത്തൃ ദിവസത്തിൽ ആത്മവേശനാകാൻ കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ ആ യോഹന്നാന്റെ ഹൃദയത്തിൽ വ്യാപരിച്ച ഒരു സ്വസ്ഥതയുണ്ട് ഹല്ലേലൂയ. അവിടെ ആയിരിക്കും നമ്മൾ ഭയപ്പെടാതെ ഹല്ലേലൂയ
ആയിരുന്നൊരവസ്ഥ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ കൊടുങ്കാറ്റ് പോലെ ചീറിയടിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാല് ചുറ്റും നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥമായി നിൽക്കാൻ കഴിയുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പൂർണ്ണതയോടെ ആ വിശ്വാസത്തിന്റെ പൂർണ്ണത എന്ന് പറയാൻ പറ്റും. നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ സാഹചര്യം അനുകൂലമാകുമ്പോൾ ഞാൻ സ്വസ്ഥനായിരിക്കാൻ എനിക്ക് കഴിയുന്നതില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ സ്വസ്ഥത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. സമാധാനം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ പറയും ഹാലലി ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം അനുകൂലമാകുമ്പോൾ നമ്മൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന അതിന് നമ്മൾ ഹാപ്പിനെസ് എന്നാണ് പറയുന്നത് പക്ഷേ ദൈവത്തിന്റെ സന്തോഷം അതല്ല, അത് ജോയിയാണ് ഹാലലി. അത് നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മൾ എപ്പോഴും ഏതവസ്ഥയിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. എല്ലാം പ്രതികൂലമായി നിൽക്കുക നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞ സന്തോഷത്തോട് ദൈവസേന നമുക്ക് നിൽക്കാൻ നമുക്ക് ആ ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയുന്ന അവസ്ഥയാണ്. അപ്പൊ ഹന്ന ഇവിടെ ഹന്ന ആ സ്വസ്ഥതയിലേക്ക് ഹന്ന കടന്നു. ഹന്ന ഇനി പിന്നെ മുഖം വാടിയതേ ഇല്ല. പിന്നീട് ഹന്നയുടെ മുഖം ഒരിക്കൽ പോലും കരഞ്ഞതായിട്ട് ഹന്നയുടെ മുഖം വാടിയതായിട്ട് നമ്മൾ കരഞ്ഞു കാണും. തീർച്ചയായിട്ടും ദൈവസേന ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കരയും. അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ നമ്മൾ കരയാണ്. പക്ഷെ ഭാരങ്ങൾ ഓർത്ത് ഹന്ന കരഞ്ഞിട്ടില്ല. ഹന്നയുടെ മുഖം പിന്നെ വാടിയതുമല്ല. അപ്പൊ ആ ഹന്നയെ കുറിച്ച് പിന്നെ നമ്മൾ ഇവിടെ കാണുന്നതല്ലേ ശംഭുവിൽ ലഭിക്കുന്നു. അതിനെ ദൈവസന്നിധി കൊടുക്കുന്നു. വീണ്ടും ഹന്നയ്ക്ക് മക്കളുണ്ടാകുന്നു. ഇതെല്ലാമായിട്ട് അപ്പൊ ഹന്ന എന്താണോ ഹന്നയുടെ മുമ്പിൽ ഒരു കീറാമുട്ടി പോലെ വിഷയമായി നിന്നതിനെ പിന്നെ ഒരിക്കലും ആ ഒരു ഭാരം ഹന്നയുടെ ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല. അപ്പൊ ഇന്ന് എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പ്രയാസമാണെന്ന് നമ്മൾ പറയുന്ന വിഷയം എന്താണോ അവിടെ ആ വിഷയത്തെ ഓർത്ത് പിന്നീട് ഒരിക്കലും നമുക്ക് അതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ടി വരത്തില്ല. അതാണ് ദൈവത്തിന്റെ ബ്ലെസ്സിങ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണോ അങ്ങനെ വിഷയമായി നിൽക്കുന്ന ആ വിഷയം ഇനി ഒരിക്കലും ആ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ പകരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരിക്കലും ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടാതിരിക്കുകയാണെങ്കിൽ, ആ വിഷയത്തെ ഓർത്ത് സങ്കടപ്പെടാതിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയ ആ വിഷയം പിന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയമായിട്ട് നിൽക്കത്തില്ല. അതിന്റെ സൊല്യൂഷൻ അത് ഒരു ദിവസത്തേക്കുള്ള സൊല്യൂഷൻ എന്നേക്കുമായിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും നമുക്കൊരു വിഷയം കർത്താവ് എങ്ങനെ സ്നേഹിക്കും, എനിക്ക് എന്റെ പരിഹാരം വേണ്ട, എന്റെ പരിഹാരകൻ എന്റെ കൂടെ വരണം. കാരണം ആ പരിഹാരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയം വന്നാലും അത് പരിഹരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയത്തിന് വേണ്ടി പരിഹാരത്തിന് നമ്മൾ ദിവസം നാളെ അടുത്ത് വേറൊരു വിഷയം വരും. പക്ഷെ അത് പിന്നെ ഒരു വിഷയം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസം ദിവസം ഇരിക്കാനുള്ളവരല്ല. നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന പരിഹാരം എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ദൈവത്തെയാണ് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ എപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആരുമില്ലെങ്കിലും എനിക്ക് ദൈവം ഉണ്ടായാൽ മതി എന്ന് നമ്മൾ പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ദൈവം എനിക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടെ. ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പ്രാർത്ഥന. അപ്പൊ ദൈവത്തിന് വലിയ വിലയൊന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥയില നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് ആരും ഇല്ലേലും കുഴപ്പമില്ല, ലോകത്തിന്റെ ദൈവം മാത്രം മതി. കർത്താവ് ഉണ്ടെങ്കിൽ എനിക്ക് മറ്റാരും വേണ്ട. ദൈവം അനുകൂലമാണെങ്കിൽ ആരൊക്കെ പ്രതികൂലമായി നിന്നാലും എനിക്ക് വിഷയമില്ല എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പിലേക്ക് വേണം. അടുത്ത നമുക്ക് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കാം. അതിന് അവൾ, യജമാനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെ അല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയവായി സംസാരിക്കുകയും ചെയ്യുവാനും തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അതിനോട് വായിച്ച 13-ാം വാക്യാണ്. 13-ാം വാക്യത്തില് ഇരുപത്ത് പറയുന്നതാണ്, അതിന് അവൾ, യജമാനനി, ഞാൻ നിന്റെ ദാസിമാൽ ഒരുത്തിയെ പോലെ അല്ല എന്ന് വരികിലും നീ എന്നെ അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്ക എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഹാലേലിയ. അപ്പൊ നമുക്ക് എല്ലാവർക്കും രൂത്ത് അമ്മായിയമ്മയുടെ കൂടെ ആമീൻ, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം എന്ന് പറഞ്ഞു. അവ ഇസ്രായേലിന്റെ ദൈവം യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് ആമീൻ അവരുടെ ഇസ്രായേൽ ദേശത്തേക്ക് കടന്നു വരുന്നതാണ്. ആ രൂത്ത് പെറുക്കാനായിട്ട് ബോവസിന്റെ വയലിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ അത്രയും ഒരു വലിയ ദയ അവളുടെ മേൽ വെളിപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ
ആമേ അവിടെ പിറക്കും. അപ്പൊ ബോസ് പറയും ആമേ വലിച്ചിട്ട് കൊടുക്കണം, അവൾക്ക് വേണ്ടെന്ന്, അവളെ ഉപദ്രവിക്കല്, അവളുടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ കൊടുക്കണം, ഇതെല്ലാം കൊടുക്കുന്ന സമയത്ത് രൂത്ത് പറയാണ് ഹാലേലിയ. അപ്പൊ രൂത്തിനോട് ആദ്യം ബോസ് പറയുന്ന വാക്യമാണ് നമ്മൾ 12-ാം വാക്യം, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഹാലേലിയ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്ന് ഉത്തരം പറ. ഹാലേലിയ. അപ്പം അവൻ നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം തരും. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ അപ്പൊ ഇവിടെ പറഞ്ഞ അവള് വന്നിരിക്കുക എങ്ങനെ? ഇസ്രായേലിന്റെ നവോമിയിൽ ആശ്രയിച്ചിട്ടല്ല വന്നേക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെയാണ് ആശ്രയിച്ചത്. അപ്പം ദൈവത്തിന്റെ ചിറകിൻ കീഴെ നമ്മൾ ആശ്രയം വെച്ച് കഴിയുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ വലിയ കരുണ അവിടെ വെളിപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് ബോവസ്. അപ്പൊ ഇവള് പറയുന്ന അങ്ങനെ പറഞ്ഞപ്പോഴാണ് ബോവസ് പൂർണ്ണ പ്രതിഫലം നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറയുമ്പോൾ രൂത്ത് തിരിച്ച് പറയുന്ന കാര്യമാണ്, ആമേൻ, അതിനെ അവൾ യജമാനൻ, ഞാൻ നിന്റെ ദാസിമാര് ഒരുത്തെ പോലെ അല്ല. കാരണം നിന്റെ ദാസിമാരെന്ന് വെച്ചാൽ ഈ ദേശത്തുള്ളവർ നിന്നോട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ, അല്ലെങ്കിൽ നിനക്ക് അറിയാവുന്നവരൊക്കെ, എന്നെ ഒരു പരിചയവുമില്ല ഹാലേലിയ. കാരണം ഞാനിവിടെ പുതിയതാണ് ഹാലേലിയ. 10 തലമുറ വരെ ഇവിടെ കടന്നു വരാൻ പോലും യോഗ്യതയില്ലാത്ത ആമേൻ ഒരു ജാതിയിൽ നിന്ന് ഞാൻ വന്നിരുന്ന ഒരു പുറം ജാതിക്കാരിയാണ് ഹാലേലിയ. ആമേ, മോവാബ്യർക്ക് ദൈവസന്നിധി 10 തലമുറ വരാൻ പോലും അർഹതയില്ലാത്ത, അങ്ങട്ടും അങ്ങനെയൊക്കെ ഒത്തിരി കുറവുകൾ എനിക്ക് ഉണ്ടായിട്ട് ഹാലേലിയ. അപ്പൊ നീ എനിക്ക് എന്താ ചെയ്ത എന്ന് വരും, നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ എന്നോട് കൃപ തോന്നിയല്ലോ എന്ന് പറയപ്പം ആമേ, ഒരു യോഗ്യതയുമില്ലായിരുന്നു നമ്മളോട് ദൈവത്തിന്റെ ദയ ഹാലേലിയ. അത് കടന്നു വന്നതിനെ കുറിച്ച് രൂത്ത് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതിന് ദൈവത്തിന്റെ കൃപ, അല്ലെങ്കിൽ ബോവസിനോട് ആമേ അടിയനോട് നിന്റെ കൃപ ലഭിച്ചോളായി അവിടെ മാറി ഹാലേലിയ. നമ്മൾ ഹന്നയിൽ കണ്ട് ഹാലേലിയ. ഹന്ന ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമ്മൾ ആദ്യം സങ്കീർത്തനത്തിൽ വായിച്ചു, ദൈവത്തിന്റെ ചെറിയ കീഴിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ അവരുടെ മേൽ വരുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ട ഹാലേലിയ. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആരാണോ അവരുടെ മേൽ ഹാലേലിയ, അതുപോലെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടപ്പല വലിയ നമുക്കൊരു അർഹതയും ഇല്ലാത്തുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത് എന്താ? കൃപയാൽ അത്രേ ഹാലേലിയ. കൃപയെന്ന് വെച്ചാൽ എന്താ? അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്നതാണ് കൃപ. നമുക്ക് ഒരു അർഹതയും ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ദൈവം നമ്മളെ അർഹരാക്കി മാറ്റിയതാണ് അത് ആ ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കോ. റോമർ 15:13. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം, നേരത്തെ ഞാൻ പറഞ്ഞതാണിത്. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. അപ്പൊ നമുക്ക് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി ഇത് ആരെ തരുന്ന ഈ കൃപയെന്ന് വെച്ചാൽ പരിശുദ്ധാത്മ നമ്മൾ തരുന്ന അങ്ങനെയുള്ളവരാണ് എപ്പോഴും സന്തോഷത്തിലും സകല സമാധാനത്തിലും ആയിരിക്കും. അപ്പൊ ആ നിറവിൽ നമ്മൾ നിറയ്ക്കുന്നത് അപ്പൊ പരിശുദ്ധാത്മാ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ ഹാലേലിയ. നമ്മളെല്ലാവരും പ്രത്യാശയുള്ളവരെ, അല്ലെങ്കിൽ വിശ്വാസമുള്ളവരെ അങ്ങനെ ആ ഒരു സമാധാനത്തിലേക്ക് നടത്താനായിട്ട്. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിൽ എപ്പോഴും സമാധാന, സ്നേഹം, സന്തോഷം, സമാധാനം ഒക്കെ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് അപ്പൊ ആ സമാധാനത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തിക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് അപ്പൊ പ്രത്യാശ വർദ്ധിച്ച, അപ്പൊ പ്രത്യാശ നൽകുന്ന ദൈവം, ആ ദൈവം നൽകുന്ന പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ അത് ഉറപ്പിക്കുന്നത് അതിനെ നമ്മൾ ഹൃദയത്തിൽ വർദ്ധിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ അതിലൂടെ നടത്താൻ സഹായിക്കുന്ന പരിശുദ്ധാത്മ ഈ പരിശുദ്ധാത്മ നമ്മൾ ആശ്രയിക്കുമ്പോൾ അപ്പൊ നമുക്ക് വിശ്വസിക്കുന്ന ഇതിലുള്ള സകല സന്തോഷവും സമാധാനം നിങ്ങളെ നിറയ്ക്കും. അപ്പൊ നമുക്ക് ദൈവം ആ തരുന്നതിനെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ അതിൽ നമ്മൾ ആ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. നമ്മൾ അങ്ങനെ അവിടെ 91-ാം സങ്കീർത്തനക്കാരൻ പറയുന്ന അതിനെ മറവിൽ നമ്മൾ വസിക്കണം. ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കേട്ട് അനുസരിക്കുമ്പോൾ, പരിശുദ്ധാത്മ നമ്മളെ നടത്തുന്ന വഴിയിൽ നടക്കുമെങ്കിൽ നമുക്കിത് വർദ്ധിച്ച് തന്നെ വരും. സന്തോഷവും സമാധാനം നമ്മുടെ ഹൃദയത്തിൽ എന്താ പറയുക നിറയ്ക്കുക. അപ്പൊ നിറഞ്ഞ് തുളുമ്പുന്ന രീതിയിലേക്ക് വരും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അങ്ങനെ ആയി വരുമ്പോൾ നമ്മളെ നമ്മൾ എന്താ പറയാ, അവരെയൊക്കെ നോക്കിയേ,
എപ്പോ നോക്കിയാലും ഭയങ്കര സന്തോഷത്തിൽ നടക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് തോന്നുന്നു. ഹാലേലുയ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അവരറിയാത്ത പല വിഷയങ്ങളുണ്ടെങ്കിലും നമുക്ക് ഹാലേലുയ അവിടെ എല്ലാം നമുക്ക് മറ്റുള്ളവർ നോക്കുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിലും സമാധാനത്തിലൊക്കെ നടക്കുന്നതായിട്ടൊക്കെ തോന്നും. ഹാലേലുയ. അതിന് കാരണം എന്താ വെച്ചാൽ ഈ പ്രത്യാശ നൽകുന്ന ദൈവത്തിന്റെ പ്രത്യേകത. ഫിലിപ്പിയർ ലേഖനം 4-7 വാക്യങ്ങൾ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. ഹാലേലുയ. എന്താണ്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടല് എന്ന് സന്തോഷം. 4:7 ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുന്നു. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ സൂക്ഷിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഹാലേലൂയ അവിടെ പിന്നെ ഒന്നിനെക്കുറിച്ച് പിന്നെ വേറെ ഒന്നും അവിടെ ഒരു ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ഹാലേലൂയ. അവിടെ പറഞ്ഞ സകലത് എല്ലാറ്റിനാലും പ്രാർത്ഥനയാലും അപേക്ഷ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തിന് അറിയിക്കുക അത്രേ വേണ്ടുന്നത്. ഹാലേലൂയ. നമ്മൾ പറയത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ ഫോൺ ചെയ്തൊന്ന് അറിയിച്ചാൽ മതി. നേരിട്ട് പോയി പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കറിയാം, ഫോൺ ചെയ്ത് പറഞ്ഞാലും വന്നോളൂ അല്ലേ? ഹല്ലേലൂയ. അതാണ്, ഒന്ന് അറിയിച്ചാൽ മതി. പ്രാർത്ഥനയിൽ അപേക്ഷയാണ് നിങ്ങൾ സ്തോത്രത്തോട് എന്താ സ്തോത്രം ചെയ്യുന്ന എപ്പോഴും നമ്മൾ എങ്ങനെയാ അതിനെ ഹാലേലൂയ അത് നമ്മൾ എപ്പോഴാ സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നത് എപ്പോഴും അത് ലഭിച്ചു എന്ന് മനസ്സിലാക്കണം. നമ്മൾ സ്തോത്രം അല്ലേ? അല്ലെ അതിന് നന്ദി പറയും നമ്മൾ സ്തോത്രം ചെയ്യുന്ന. ഹാലേലൂയ. അപ്പൊ ആ ദൈവത്തെ സ്തുതിക്കുന്ന നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അല്ലെ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഹാലേലൂയ. അപ്പൊ ദൈവം നമ്മളെ ഹാലേലൂയ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് ഡെയിലി നമ്മൾ ദൈവത്തിന് സ്തോത്രം നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ സ്തോത്രം എന്ന യാഗം നമ്മൾ അർപ്പിക്കുന്ന എപ്പോഴും സന്തോഷത്തോടെ ദൈവം നമുക്ക് ചെയ്ത്. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോഴേ ഹല്ലേലൂയ അത് ലഭിച്ചു എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ടേ പറയണം. ഹല്ലേലൂയ. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കുന്ന ഹാലേലൂയ അവിടെ പറയും നമ്മൾക്ക്. അപ്പൊ സ്തോത്രം ചെയ്ത് വാഴ്ത്ത വെച്ചാൽ അതിനെ അനുഗ്രഹിക്കുക. നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് നമ്മൾ നന്ദി പറയാം. നമ്മൾ സ്തോത്രം ചെയ്യുന്ന ഹാലേലൂയ ഇവിടെ ഹല്ലേലൂയ. അപ്പൊ ആ സ്തോത്രത്തോടു കൂടി നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പറയാ, പിന്നെ അതിനെ കുറിച്ച് നമ്മൾ ഭാരപ്പെടരുത്. ആ വിഷയം നമ്മുടെ ഹൃദയത്തിൽ ഒരു വിഷയമായിട്ടിരിക്കല് ദൈവം അതിന് മറുപടി അയച്ച് നമ്മൾ കാണണം. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നമ്മൾക്ക് എന്താ അറിയിക്കത്തെ. അങ്ങനെ ആകുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലവുകളിൽ ക്രിസ്തുയേശുവിൽ. അപ്പൊ ആ സകല ബുദ്ധിയെയും കവിയുന്ന ഹാലേലൂയ. അപ്പൊ നമ്മുടെ ബുദ്ധി പലപ്പോഴും പറയും നിന്റെ മുമ്പിൽ ഈ വിഷയം വിഷയമായിട്ട് നിൽക്കുക, ഇതുവരെ നിനക്ക് മറുപടി ലഭിച്ചിട്ടില്ല, നിനക്ക് ലഭിക്കുമോ, നീ ദൈവത്തിന്റെ മകളാണോ, ആണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലെ നീ പുത്രത്വത്തിലല്ലേ, പുത്രത്വത്തിൽ സകലത്തെ അവകാശിയല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുക എന്നൊക്കെ നമ്മുടെ ബുദ്ധി നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന വർഷങ്ങളായില്ലേ തുടങ്ങിയിട്ട്, കുറെ നാളായിരുന്നു പ്രാർത്ഥിക്കുന്നില്ലയോ, എന്നിട്ട് എന്താ ഇതുവരെ ലഭിച്ചില്ലേ, ഇനി ലഭിക്കൂ, ഇത്രയും നാൾ ലഭിക്കാത്ത ഇനി ലഭിക്കാൻ ചാൻസ് ഉണ്ടോ, നടക്കാൻ വഴിയുണ്ടോ എന്നൊക്കെ നമ്മുടെ ബുദ്ധി ചോദിക്കും. പക്ഷെ ആ ബുദ്ധിയെ കവിയുന്നൊരു സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. ബുദ്ധി പറയുമ്പം ബുദ്ധിയോട് ഹാലേലൂയ അടങ്ങിയിരിക്കുക അവിടെ അനങ്ങി പോർത് ഞാൻ ദൈവത്തിന്റെ മകളാണ്. അതിനകത്ത് യാതൊരു ഹാലേലിയ സംശയമില്ല. കാരണം ഞാൻ ദൈവത്തിന്റെ മകളാണ് സാക്ഷ്യം പറഞ്ഞ ഈ ലോകത്തിലൊരു മനുഷ്യനല്ല. ഹാലേലിയ എന്റെ ഉള്ളിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് പറയും നീ ദൈവത്തിന്റെ മകൾ തന്നെയാണെന്ന്. ഹാലേലിയ. അങ്ങനെയാണ് ഞാൻ അങ്ങനെ തന്നെ ഞാൻ ദൈവത്തിന്റെ മകളാണ് എന്നുള്ള ഉറപ്പാണ്. ഞാൻ എന്ത് കാര്യം ദൈവത്തോട് അപേക്ഷിച്ചാലും അല്ലെ ദൈവത്തോട് പറഞ്ഞാല് അത് എന്റെ അപ്പൻ എനിക്ക് മറുപടി അയക്കുക തന്നെ ചെയ്യും. അത് എന്റെ സമയത്തിനല്ല അത് വരണ്ട. പക്ഷെ ദൈവത്തിന്റെ സമയത്തിന്റെ കാത്തിരിക്കാന്നുള്ള ദീർഘക്ഷമ എന്നുള്ളതും ഹാലേലിയ ദൈവത്തിന്റെ ഒരു ഫലം തന്നെയാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാത്തിരുന്ന് മറുപടി പ്രാപിക്കുക തന്നെ ചെയ്യുന്ന ഒരു ഉറപ്പ് നമുക്ക് വേണം. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയും എന്റെ ജീവിതത്തിൽ ദൈവം മറുപടി അയക്കുമെന്നല്ല, എന്റെ വിഷയത്തിന് വിടുതൽ അയക്കുമെന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് വരുന്നില്ല എന്നുള്ള വിഷമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഹാലേലൂയ. കാരണം നമ്മുടെ സമയം അല്ല ദൈവത്തിന്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം പോലും വേണ്ട എന്നുള്ളത് ദൈവം ഒരിക്കലും എന്റെ ജീവിതത്തിൽ തെളിയിച്ചത്. ഒരിക്കലല്ല, ഒരുപാട് അവസ്ഥകൾ കണ്ടു. പക്ഷെ ഞാൻ പറയാം ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസിൽ പോലും ദൈവം ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ ഒരു ദിവസം കൊണ്ട് നമ്മുടെ സ്ഥിതിയെ മാറ്റാൻ കഴിയുമെന്നൊക്കെ ദൈവം തെളിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ദൈവത്തിന് ഇനിയും അതുപോലെ തന്നെ അതിനപ്പുറം പ്രവർത്തിക്കും. പക്ഷെ ഇനിയൊരു കാര്യം ഞാൻ പറയും, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അല്ലെ ദൈവം നമ്മൾ ഇങ്ങനെ എത്രയോ ഒരു ശോധനയെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം എന്ത് വിഷയത്തിലാണ് നമ്മൾ അങ്ങനെ ആ വിഷയം ഇനി ഒരിക്കലും നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കത്തക്ക രീതിയിലേക്ക് ദൈവം ഒരു മറുപടി അയക്കത്തില്ല. കാരണം കർത്താവ് എനിക്ക് 2017 18 ഞാൻ പ്രാർത്ഥിക്കും ദൈവം എനിക്ക് തന്നൊരു വെളിപ്പാടുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാല്
ആമേൻ ഫറവോന്റെ സൈന്യം ഇസ്രായേൽ ജനത്തെ പിന്തുടരും. അപ്പോഴും ഞാൻ ചോദിക്കും, അപ്പൊ ഇസ്രായേലിനെ പിന്തുടർന്നപ്പോ ദൈവത്തോട് ഞാൻ ചോദിക്കും, കർത്താവേ അവരെ അവിടുന്ന് വിടുവിച്ചിട്ടുണ്ട്, അവരുടെ ഹൃദയത്തെ കഠിനമാക്കി വീണ്ടും ഞാൻ ഇവരെ പിടിക്കും, തിരിച്ചു മടക്കി കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഫറവോന് ഇവരെ പുറകെ അയക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഉണ്ടായിരുന്നു കാരണം അതിന്റെ കാരണം എന്താ വെച്ചാൽ ഫറവോനെ ഹൃദയത്തെ കഠിനമാക്കി ഇവരെ പിന്നാലെ ചെല്ലുമ്പോൾ ഇവര് കടന്നു പോകുന്ന അവസ്ഥ അവിടെ നിൽക്കുന്ന മോശയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. മോശ നോക്കും മുമ്പ് ചെങ്കടല, പുറകിൽ ഫറവോന്റെ സൈഡ്, രണ്ട് സൈഡിലും കൊടുമായിട്ട് മലകളാണ് നിൽക്കുന്നത്. അങ്ങോട്ട് അതിന്റെ കൂടെ നിൽക്കുന്ന ജനം തന്നെ മോശയ്ക്കെതിരെ പിറുവിറുത്തുകൊണ്ട് ഹല്ലേലൂയ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഞങ്ങളിവിടെ ഈ ശവം ഇവിടെ വീഴാൻ വേണ്ടിയാണ് നീ കൊണ്ടുവന്നേക്ക് അവിടെ കിടന്നുകൊണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ജനം ഹല്ലേലൂയ ഒരൊറ്റ മനുഷ്യനോട് എതിർത്ത് നിൽക്കുകയും ഇവിടെ ചെയ്യുന്നുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു അവസ്ഥ നമുക്ക് മനസ്സിലൊന്ന് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ദൈവത്തോട് എപ്പോഴും ഒന്ന് പറയും, കർത്താവേ നീ ചോദിക്കും, മോശേ നീ കരയുന്നതിനാ, കാരണം നീ അഭിഷിക്തനാണല്ലോ, നീ കരം നീട്ടിയപ്പോ നീ എന്തിനാ കാര്യം, മറ്റുള്ളവർ കരഞ്ഞോട്ടെ, നീ നിനക്ക്. അപ്പൊ ഞാൻ അതേ ഒരു മനുഷ്യൻ തന്നെയല്ലേ എത്രയാണ് കരഞ്ഞു പോകും, കാരണം ദൈവത്തിനറിയാം അതിനടിയിൽ ഹല്ലേലൂയ വഴി ഒരുക്കി വെച്ചേക്കുന്നത്. പക്ഷെ മോശ അത് കാണുന്നില്ല, മോശ കാണാത്തടത്ത് മോശ കരഞ്ഞു പോകും ഹല്ലേലൂയ, കാരണം അവിടെ നിൽക്കുന്ന അവസ്ഥ ഹല്ലേലൂയ. അവിടെ എന്തിനാ ദൈവം ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മൾ പിന്നീട് മുന്നോട്ട് വായിക്കാൻ നല്ല കാണുന്ന ഫറവോനും അവന്റെ സൈന്യം ഹല്ലേലൂയ ആ വെള്ളത്തിന് ഹല്ലേലൂയ പൊങ്ങി ഹല്ലേലൂയ പിന്നീട് ഒരിക്കലും ഇവരെ പിന്തുടരാനായിട്ട് ഇവരുടെ ഈ മരുഭൂമി യാത്രയിൽ ഹല്ലേലൂയ അവരെ പിന്തുടരാനായിട്ട് ഫറവോന്റെ സൈന്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർക്ക് ഹല്ലേലൂയ പിന്നെ അവരെന്തിനും ഭയപ്പെട്ടാണ്, അവരുടെ ഭയം അവിടെ വരെ എത്തുമ്പോൾ ഫറവോൻ തന്നെയാണ് ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരത്രയും നാൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അവിടെ നിന്ന് വിട്ടെങ്കിലും ഹല്ലേലൂയ എല്ലാം ആണെങ്കിലും അവർ ഭയപ്പെട്ടൊരു സംഭവമാണ്, അവരുടെ ജീവിതത്തിൽ നിന്നൊരു ഭയമാണ്. ആ ഭയത്തെ പിന്നീട് ഒരിക്കലും മുൻപിലേക്ക് വരാൻ കഴിയാതെ എന്നേക്കുമായി ചെങ്കടൽ ആഴത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതുപോലെ ഹല്ലേലൂയ ആമേൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില പിന്തുടർച്ചകൾ ദൈവം എന്തിനാ ദൈവം അത് അനുവദിച്ചു കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അതിന്റെ ദൈവമായിട്ട് അതിന്റെ ഡെലിവറൻസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ദൈവമായിട്ടാ വിടുതൽ തരുന്നതെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അത് പിന്നീട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല നമ്മുടെ ജീവിതത്തിൽ അത് ഒരിക്കലും പിന്നെ മുമ്പിലേക്ക് എന്ത് വിഷയമായിക്കട്ടെ, അത് ഏത് വിഷയമാണെങ്കിൽ സാമ്പത്തികമാകട്ടെ, രോഗമാകട്ടെ, മറ്റെന്തെങ്കിലും ഒരു വിഷയമാകട്ടെ, ആ വിഷയം ഒരിക്കലും പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കഴിയാതെ എന്നേക്കുമായി ദൈവം അത് അവസാനിപ്പിക്കാനായിട്ട് ഇത്രത്തോളം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും വിശ്വസിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്താണോ അങ്ങനെ ഒരു വിഷയം നിൽക്കുന്നത് ആ വിഷയം ഇനി ഒരിക്കലും ഹല്ലേലൂയ ദൈവത്തിന്റെ വിടുതൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ, ദൈവം അതിന്മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മടങ്ങി വരത്തില്ല നമ്മുടെ ജീവിതത്തിൽ. അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയമായി നമ്മുടെ മുൻപിലേക്ക് എത്തത്തില്ല എന്നുള്ളതാണ് ഉറപ്പ് ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം അത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആ ബുദ്ധിയെ കഴിഞ്ഞ സമാധാനം അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ആ ദൈവത്തോട് അറിയിച്ച സ്വർഗീയ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കാം. ആമേൻ. 16:24 16:24. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതാണ് ഹല്ലേലൂയ. നമുക്കറിയാം 14, 15, 16, 17 അധ്യായങ്ങള് ഹല്ലേലൂയ അത് ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് മാത്രം പൊതുപ്രസംഗമായിരുന്നില്ല അപ്പൊ അവരോട് നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിക്കും എന്താ പറയുന്നത്, അപേക്ഷിക്കും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും ഹല്ലേലൂയ. നമ്മളെയൊക്കെ സന്തോഷം പൂർണ്ണമാകുമെന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും ലഭിച്ച് നിങ്ങൾക്ക് പ്രാപിച്ചിട്ടുള്ളതുണ്ടോ? ഹലോ, എന്തെങ്കിലും ലഭിച്ച നമുക്ക് ഇപ്പം മനുഷ്യനെ കുറിച്ച് നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്തുള്ളത് വെച്ചാൽ മനുഷ്യന്റെ ആവശ്യങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകത്തില്ല. അവന് 100 ആഗ്രഹം ഉണ്ടെങ്കിൽ 99 ലഭിച്ച പിന്നെ ഒരെണ്ണം ലഭിച്ചാൽ അത് 99 ഒരിക്കലും ആകത്തില്ല, 100 തന്നെ എപ്പോഴും. അപ്പൊ ഇവിടെ പക്ഷെ പറയുന്ന ദൈവത്തിൽ നമ്മൾ ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തരുമ്പോ എന്താ പറയുന്നത്, ഇവിടെ പറയുന്നത് അമ്മയെ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും. കാരണം അതിനെക്കുറിച്ച് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ലഭിക്കും എന്നാ പറയുന്നത്. അപ്പൊ ദൈവം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അല്ലെങ്കിൽ ആ ആവശ്യം അവിടെ ഉണ്ടാകത്തില്ല. അതുപോലെ ദൈവം ചെയ്യും. അപ്പൊ അത് കർത്താവ് യേശുവിന്റെ നാമത്തിലല്ല, അപ്പൊ ആ ദൈവത്തിലാണ് നമുക്ക് എപ്പോഴും പൂർണ്ണതയോട് സന്തോഷത്തിന്റെ
സന്തോഷത്തിന്റെ പരിപൂർണം നമുക്ക് എത്തത്തുള്ളൂ. ഹാലെ, മറ്റെന്നിലും നമുക്ക് ഈ ലോകത്തിൽ ഒന്നിലും ഒരു സന്തോഷത്തിന്റെ പരിപൂർണം നമ്മളിലേക്ക് എത്തത്തില്ല. കാരണം എന്തെങ്കിലുമൊക്കെ മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കും. അത് പോകുമ്പോൾ അല്ല അത് കഴിയുമ്പോൾ ഹാലയില് നമ്മുടെ കയ്യിലേക്ക് സാലറി ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ മനസ്സിലാകും, സാലറി ഒക്കെ കഴിക്കണപ്പോൾ സന്തോഷം ഹാലയില്. പക്ഷേ അടുത്ത ദിവസം ഇത് അവിടെ ഇവിടെ എല്ലാം പോയി കഴിഞ്ഞ് ശൂന്യം പോയി കഴിയുമ്പോൾ തീർന്നു കഴിയുമ്പോൾ ആ സന്തോഷം പോയി. ഹാലയിലുയ്യ. കാരണം ഇവിടെ പക്ഷേ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അങ്ങനെയല്ല, അവിടെ സന്തോഷത്തിന്റെ പൂർണ്ണത നമുക്ക് ഉണ്ടാകും. ഹാലയില്. അപ്പൊ ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഹാലെ, സഭാപ്രസംഗിയുടെ 9:7 വായിക്കാം. സഭാപ്രസംഗി ഹാലെ. സഭാപ്രസംഗി 9-ാം അധ്യായം 9:8. കർത്താവ് യാക്കോബിൻ അല്ല, സഭാപ്രസംഗം 9:7. നീ ചെന്ന് സന്തോഷത്തോടെ അപ്പം തിന്നുക, ആനന്ദ ഹൃദയത്തോടെ വീഞ്ഞു കുടിക്കുക, ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. ഹാലേലൂയ. ഇവിടെ നമ്മൾ സന്തോഷത്തോടും ആനന്ദത്തോടെ അപ്പം തന്നെ വീഞ്ഞു കുടിക്കാൻ നമ്മൾ അതല്ല, അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ആഹാരമാണ് പറഞ്ഞത്. ഹാലെ, ഇതെന്താ ചെയ്യുന്ന അത് സന്തോഷം. എന്താ? ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചു. അപ്പൊ ദൈവം നമ്മുടെ പ്രവൃത്തികളിൽ പ്രസാദിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രസാദമായി. പഴയ നിയമകാലത്ത് നമുക്കറിയാം, യാഗങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. അതെല്ലാം ദൈവത്തിന് പ്രസാദമാകുന്ന സമയത്താണ് അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ സന്തോഷിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ദൈവത്തിന് ഹൃദയം ദൈവം പറഞ്ഞ കാര്യം ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിലൊക്കെ ദൈവത്തിന് പ്രസാദം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ആ പ്രസാദം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം വെച്ചാൽ ദൈവത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു ആനന്ദം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് സന്തോഷത്തിന്റെ പൂർണ്ണ നമുക്ക് ആ ഹൃദയം ആനന്ദിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ജനസിസ് 33:15. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, എന്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് യേശാവ് പറഞ്ഞു. അതിന് യജമാന കൃപയുണ്ടായാൽ മതി എന്ന് അവൻ പറഞ്ഞു. അപ്പൊ നമ്മള് യാക്കോബിന്റെ ഒരു മടങ്ങി വരവുണ്ട്. മടങ്ങി വരവില്ല. യേശാവിനെ പേടിച്ച് വരുന്ന യാക്കോബാണ്. പക്ഷേങ്കില് അവിടെ ദൈവത്വമായിട്ട് വലിയ ആ മൽപ്പിടുത്തമൊക്കെ നമ്മൾ കാണാം. അത് കഴിഞ്ഞ് വരുമ്പോഴത്തന്നെ യേശാവ് വളരെ കാണുമ്പോൾ ഭയങ്കര സ്നേഹത്തോട് സന്തോഷത്തോടെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അപ്പൊ ഇങ്ങനെ യാക്കോബ് അങ്ങോട്ട് ചോദിക്കുന്നതാണ്. ഹാലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞത്, എന്റെ ആള് ചിലരെ ഞാൻ നിന്റെ അടുത്ത് നിർത്തി എന്ന് യേശാവ് പറഞ്ഞത് എന്തിന് യജമാന്റെ കൃപയുണ്ടാ മതി. അപ്പം യേശാവ് കൊല്ലുമെന്ന് വിചാരിച്ചത് യാക്കോബാണ്. പക്ഷെ യേശാവിടെ പറയുന്നത്, എന്റെ ആളുകളെ നിനക്ക് തരട്ടെ, അല്ലെങ്കിൽ നിനക്ക് കാര്യങ്ങൾക്കെല്ലാം തരട്ടെ എന്നൊക്കെ പറയുമ്പോൾ പാപ്പാടെ യാക്കോബ് ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്നതിനെക്കാട്ടിക്കുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഈ ഭൂമിയിലുള്ള സകല എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് വരുന്നതിനല്ല, അവരുടെ സ്നേഹം അല്ലെങ്കിൽ ആ കൃപ അല്ലെ പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇവിടെ യേശാവിനെ അതുവരെ ഭയപ്പെട്ട ഒരു വ്യക്തിയാണ് യേശാവ്. യാക്കോബിന്റെ ഭയം, ഏറ്റവും വലിയ ഭയം എന്താണെന്ന് വെച്ചാൽ യേശാവായിരുന്നു ഭയം. അതുകൊണ്ട് യാക്കോബ് ഇങ്ങോട്ട് മടങ്ങി വരനെ കുറിച്ച് ചിന്തിക്കാം. പക്ഷെ ദൈവത്തിന്റെ ആ മേർലപ്പാട് ഉണ്ടായതിനു ശേഷമാണ് യാക്കോബ് അതിലേക്ക് ഒരു ധൈര്യം കാണിക്കുന്നത്. പക്ഷെ യാക്കോബിലേക്ക് മടക്കി വരുമ്പോൾ നമ്മൾ കാണുന്നത് യേശാവിനെ അതുപോലെ യേശാവിനെ ദൈവം അനുകൂലമാക്കുന്നു. അതുപോലെ നമുക്കറിയാം, ലാബാനെ ഭയപ്പെട്ട് പോരുമ്പോഴും ലാബാനോടും ദൈവം ഇടപെട്ടിട്ട് പറയുകയാണ്, ഗുണമായിട്ട് ദോഷമായിട്ട് നീ ചെയ്യത്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ആ കൃപ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായി നിൽക്കുന്നതൊക്കെ അനുകൂലമായി മാറുന്നതും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മനസ്സിലാകുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ കൃപ ലഭിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താണോ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, എന്താണ് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ആ വിഷയങ്ങൾക്ക് പിന്നെ എന്നേക്കുമായിട്ട് സൊല്യൂഷനാണ് വരുന്നത്. ആ സൊല്യൂഷൻസ് വരുന്നതിന് കാരണം ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നവർക്ക്. അപ്പൊ ദൈവത്തിന്റെ ആ ചെറിയതിന് കീഴിൽ ആ സന്നിധിയിൽ നമ്മൾ വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭാരപ്പെടുത്ത എന്ത് വിഷയം നിന്നാലും അവിടെയെല്ലാം നമുക്ക് അവിടെ ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേൽ വെളിപ്പെടുന്നതായിട്ട് നമ്മൾ കാണാൻ നമ്മൾ എപ്പോഴും പറയും ഫേവറിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വായിലേക്ക് വരുന്ന കാര്യം എസ്തേറിനോട് ദൈവത്തിന്റെ കൃപ എസ്തേറിനെ കണ്ടവർക്കെല്ലാം ദൈവം ആ പ്രീതി കൊടുത്ത് ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ ആ ഫേവറിന്റെ അനുഭവം ഉണ്ടാകണം. അപ്പൊ ദൈവത്തിന്റെ ഫേവർ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ല അത് ഉണ്ടാകുന്നത്. നമ്മൾ ദൈവത്തിന്റെ അത്തിന്റെ മറവിൻ ദൈവത്തിന്റെ ചെറിയെങ്കിൽ ആശ്രയിക്കുകയും ചെയ്യണമെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ ഫേവർ നമ്മൾ. അപ്പൊ ആ സമയത്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തൂവൽ കൊണ്ട് മറയ്ക്കുക. അവൻ തന്റെ തൂവൽ വന്നതിന്റെ മറയ്ക്ക് എന്താ? നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എല്ലാ പ്രതികൂലങ്ങളും മാറി നമ്മളങ്ങ് സേഫ് ആയെന്നല്ല,
പക്ഷെ പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മൾ മറയ്ക്കുന്നത് മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ ചിറകൻ കീഴിലാണ് നമ്മൾ മറയപ്പെടുന്നത്. അല്ലെ, അവിടെ പറഞ്ഞ ഈ തന്റെ തുവൽ അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൽ നീ ശരണം പ്രാപിക്കും. അപ്പൊ നമുക്കൊരു വിഷയം വരുമ്പോഴും നമ്മൾ ലോകത്തിലേക്കല്ല ശരണം പ്രാപിക്കുന്നത്, ആ ദൈവത്തിന്റെ ചിറകിന്റെ അടിയിലേക്ക് ഓടിച്ചെന്ന് ശരണം പ്രാപിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അല്ലെ, അങ്ങനെയുള്ളവർക്കാണ് അവന്റെ വിശ്വസ് നമുക്ക് പരിചയം പലകയുമായിട്ട് അല്ലെ, ആ വിശ്വസ് നമ്മളെങ്ങനെ മൂട്ടി മറച്ച് അല്ലെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് അല്ലെ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കലും ഹാലേലിയ ആമേൻ ഭാരപ്പെടത്തില്ല. ഹാലെ, സമാധാനമില്ലാത്തവർ സ്വസ്ഥയില്ലാത്തവരല്ല. ഹാലേലിയ, പിന്നീട് നമ്മുടെ മുഖം വാടത്തില്ല. ഹാലേലിയ, നമുക്ക് വിഷയങ്ങൾ എത്രയുണ്ടെങ്കിലും നമ്മുടെ കണ്ണ് നനയത്തില്ല. ഹാലേലിയ, കാരണം ആ വിഷയങ്ങളെ ഓർത്ത് നമ്മൾ കരയോ ഭാരപ്പെടുകയോ ആമേൻ മുഖം വാടുകയോ ചെയ്യത്തില്ല. ഹാലേലിയ. അപ്പൊ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൽ, അപ്പൊ നമ്മളുടെ ആശ്രയം എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഹാലേലിയ എവിടെയാണ് ആശ്രയിക്കുന്നത്, എവിടെയാണ് നമ്മൾ ആയിരിക്കുന്നത്, എങ്ങോട്ടാണ് നമ്മൾ ഓടിച്ചെല്ലുന്നത്? ഹാലേലിയ, അത് ഭയങ്കര ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ ഫോക്കസ് മാറിയിരിക്കുന്നെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായി കിടക്കുന്നെങ്കിൽ, ദൈവമായിട്ട് ഫെലോഷിപ്പ് കട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം അതൊന്ന് ക്രമീകരിക്കാൻ നമ്മൾ അങ്ങനെ അതൊക്കെ ക്രമീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷയമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അത് ഒരിക്കലും പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ വണ്ണം ദൈവത്തിന് സോൾവ് ചെയ്യാൻ കഴിയും. പറവോനെ അവന്റെ സൈന്യത്തെ ചെങ്കടൻ നടുവിലേക്ക് ആമ എന്നേക്കുമായി ആമ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന വിഷയങ്ങൾ ഒരു താൽക്കാലിക പരിഹാരത്തിനല്ല നമ്മൾ നിൽക്കേണ്ട ശാശ്വതമായി ആ വിഷയത്തിന്റെ ശാശ്വതമായ പരിഹാരം. പലരും വിശ്വാസത്തിൽ വന്നവർ പിന്മാറിപ്പോയി നിൽക്കുന്നവരുണ്ട് മാറി നിൽക്കുന്നവരൊക്കെ അത് നമുക്ക് വിശ്വാസത്തിൽ വരാത്തേക്കാട്ടി വേദനയാണ്. അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിലേക്ക് ഒരാൾ വരാനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ആരെങ്കിലും വരാതിരിക്കും നിങ്ങൾ വിചാരിക്കുക, അത് വന്നു കഴിഞ്ഞാൽ ഇനി അപ്പൊ ആ ദൈവത്തിന്റെ കൂട്ടത്തിൽ വരുമ്പോഴത്തേന് ഏറ്റവും എരിവുള്ളവരെ ഏറ്റവും ആമേ നമ്മൾ പൗലോസിനെ പോലെ ദൈവത്തിന് വേണ്ടി മരിക്കാനെങ്കിൽ റെഡിയാന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ വേണം അവർ വരാനായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നതാണ് എന്നേക്കുമായിട്ട് ആ വിഷയത്തിൽ പരിഹാരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക്. അതുപോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എന്ത് വിഷയമാകട്ടെ അത് എന്നേക്കുമായിട്ടൊരു ശാശ്വത പരിഹാരം തരാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അപ്പൊ ആ ദൈവത്തിൽ തന്നെ നമ്മൾ ആശ്രയിക്കുക. അങ്ങനെ നമുക്ക് ദൈവത്തിന് മറുപടി ലഭിച്ചാൽ പിന്നെ ഒരിക്കലും നമ്മൾ ആ വിഷയം ഓർത്ത് ഭാരപ്പെടേണ്ടി വരത്തില്ല. ആ മുഖം ഒരിക്കലും വാടത്തില്ല. ആ കണ്ണ് പിന്നെ നനയേണ്ടി വരത്തില്ല ആ വിഷയത്തിന് വേണ്ടിയിട്ട് അതിന് അങ്ങനെ ഒരു പരിഹാരം ദൈവം തരാൻ ശക്തരായ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചിട്ട് ആ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിലേക്ക് നമ്മൾ വന്ന് രക്ഷ നമ്മളിലേക്ക് വന്ന ദൈവത്തിന്റെ കൃപയായിരുന്നെങ്കിൽ എന്ത് വിഷയമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുക അതിനും എല്ലാം നമുക്ക് വേണ്ട ദൈവത്തിന്റെ കൃപ തന്നെയാണ്. ആ കൃപ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒന്നും കൂടെ ഒന്നും നമുക്ക് ആ ദിവസം സമർപ്പിക്കാം. എവിടെയൊക്കെ എന്തൊക്കെയോ ഒന്നും പരിഹരിക്കാനുണ്ട് എന്തൊക്കെയോ നമ്മൾ ഒന്നുകൂടെ ക്രമപ്പെടാനുണ്ട് അതെന്താന്ന് കണ്ടെത്തി അത് ക്രമപ്പെട്ട് ദിവസത്തിൽ തന്നെ പൂർണ്ണ ആശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥന കട്ടായി കിടക്കുന്നു, പ്രാർത്ഥിക്കാം, നമ്മുടെ വചനധ്യാനം കെട്ടായി കിടക്കുന്നു, അവിടെയൊക്കെ നമുക്ക് അത് ക്രമീകരിക്കാം. നമ്മൾക്ക് ദൈവത്തോട് വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ടോ അത് പരിഹരിക്കാം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ആ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് അതൊക്കെ പരിഹരിച്ച് ദൈവത്തിലേക്ക് കൂടുതൽ അടുത്ത് വരാം. അപ്പൊ ദൈവം നമ്മുടെ വിഷയങ്ങൾക്കൊന്നും ദൈവത്തിന് മറുപടി തരാൻ ഒരു പ്രയാസവും ഇല്ല. ദൈവത്തിന് ഒരു സെക്കൻഡ് പോലും വേണ്ടെന്ന് പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും വേണ്ട ദൈവത്തിന് പരിഹരിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ എന്തെങ്കിലുമായിട്ട് ഞാൻ നിൽക്കുന്നെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താനുണ്ട്. അവിടെ അതെന്താന്ന് കണ്ടെത്തി ദൈവത്തോടൊന്നുകൂടെ അടുത്ത് വരാം. ദൈവം എല്ലാവരെയും ആമേൻ ധാരാളം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.